ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഷൂട്ട് ഡേ 4 ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഡേറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്ന വേറൊന്നുമല്ല, ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. കാരണം ഇതിൻ്റെ ടെലികാസ്റ്റ് ആ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു കുർത്തി ഇട്ടിട്ടാണ് ട്രയൽ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമുക്ക് ചാനലിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കാതോട് കാതോരം ഫൈനൽ സ്കെഡ്യൂളായപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിലേക്കാണ് യൂസ് ചെയ്യാൻ പറ്റിയത്. അന്നത് തീർന്ന കാരണം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിലേക്ക് പക്കയാണ് ഈ ഒരു കോസ്റ്റ്യൂം. അത് നമുക്ക് ചാനലിലേക്ക് ഫോട്ടോ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഇത് എൻ്റെ വീടായിട്ട് കാണിക്കുന്ന ലൊക്കേഷനാണ്. ആലപ്പുഴയിലാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് നമ്മുടെ അനുജു ചേച്ചി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഞാൻ സുസു ചെയ്യണ സമയത്ത് എൻ്റെ ആൻറ്റിയായിട്ട് അഭിനയിച്ചായിരുന്നു. ഞങ്ങൾ വീണ്ടും ഇവിടെയാണ് സന്ധിക്കുന്നത്. ഇതിലൊരു റോൾ ആൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആളിത് ബുള്ളറ്റൊക്കെ ഓടിച്ചൊരു പലിശക്കാരുടെ റോളാണ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ആളുടെ ഒരു ക്യാരക്ടർ ഭയങ്കര ഫണ്ണി ബണ്ണി ടൈപ്പ്. അപ്പോൾ ഞാൻ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ജങ്കാറിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജങ്കാറിൻ്റെ അവിടേക്ക് ഡയറക്ടറിനെയും അതേപോലെ തന്നെ ചാനലത്തെ സാറിനെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. വരുന്ന വഴിക്ക് ബ്ലൂ ലേസ് ആണ് എൻ്റെ ഫേവറേറ്റ്. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് വരുന്നത്. പിന്നെ റൂമിലെത്തിയപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ് ട്രയൽ ചെയ്തു. ഞാൻ സാരി നമ്മുടെ ലക്ഷ ഡിസൈൻസിന് അയച്ചു കൊടുത്തപ്പോൾ അവരെനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടി. വെറും 5 മിനിറ്റിൽ മുടി കറുപ്പിക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ ചാരുലത എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് നാടൻ പെൺകുട്ടിയായ കാരണം ഹെയർ കളറൊന്നും പാടില്ല എന്ന് പറഞ്ഞ കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് സിസോ ഹെയർ കളറൊക്കെ വാങ്ങിച്ച് ഹെയർ കളർ ബ്ലാക്ക് ആക്കുകയാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെയർ കളറും എൻ്റെ ലുക്കായിരുന്നു, ഹെയർ സ്റ്റൈലായിരുന്നു. അത് മാറ്റി നമ്മൾ എന്തായാലും ക്യാരക്ടറിന് വേണ്ടിയിട്ടാണല്ലോ. ഡെഡിക്കേഷൻ ഗൈസ്, ഡെഡിക്കേഷൻ. കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയണ പോലെ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം മുട്ടക്കറിയാണ് കഴിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലുക്ക് വരുന്നത്. ഈ ഒരു സാരി ഞാൻ കാതോരത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സാരിയാണ്. ഞാൻ പണ്ട് ഒരു സാരി ഹാൾ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സാരീസൊക്കെ പുതിയ സാരീസ് എടുത്ത് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ മാതൃ ചേച്ചിക്ക് ലക്ഷ ഡിസൈൻസ്, എൻ്റെ സ്വന്തം ലക്ഷ ഡിസൈൻസിന് അയച്ചു കൊടുത്തപ്പോൾ അവരെനിക്കത് ധാവണി സ്റ്റിച്ച് ചെയ്ത് തന്നു. ഇതേ ഒരു ദിവസം കൊണ്ട് മുഖത്ത് കുരുവൊക്കെ വന്നു കണ്ടോ. അപ്പോൾ ഷൂട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അശ്വതി ചേച്ചി, എൻ്റെ സ്റ്റെപ്പ് മദറായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഇത്രയും സുന്ദരിയായി മദർ എനിക്ക് കിട്ടിയെന്നൊക്കെ. പിന്നെ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും സുസു 2-ൽ അമ്മയും മകളായിട്ട് അഭിനയിച്ചിരുന്നതാണ്. ഇവിടെ മൊത്തം സുസു ടീമാന്ന് പറയുന്ന പോലെ. ഷൂട്ടൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ലഞ്ച് ബ്രേക്കായി. നല്ല അടിപൊളി മോരുകറിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ നല്ല ചോറുണ്ടു. ഇപ്പോൾ കുറച്ചാട്ടോ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നത്. എന്താണെന്നറിയില്ല, പഴയ പോലെ കഴിക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ചെറിയ സമയത്ത് ഇങ്ങനെ റെസ്റ്റ് എടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഈവനിങ് ആയപ്പോൾ സുഗിയനായിരുന്നു സ്നാക്സ്. ദെൻ വീണ്ടും കോസ്റ്റ്യൂം ചേഞ്ച് ആണ്. ഈ ഒരു യെല്ലോ കുർത്തി ഇട്ടിട്ടാണ്. പിന്നെ നമ്മുടെ മീരക്കുട്ടി എൻ്റെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടി യൂണിഫോമൊക്കെ ഇട്ടിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ആൾ. നൈറ്റായി. അപ്പോൾ ഷൂട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കഞ്ഞി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോസ്റ്റ്യൂമർ ചേച്ചി സൈഡിൽ ആരും അറിയാതെ പോയി കഞ്ഞി കുടിക്കാമെന്ന്. എനിക്കെന്ന് പറഞ്ഞാൽ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും കഞ്ഞിയും പയറും ചമ്മന്തിയും കഴിച്ചു. അപ്പോൾ ഇത് നമ്മുടെ മീനുവിൻ്റെ വണ്ടിയാണ്. നമ്മളെപ്പോഴും മീനുവിൻ്റെ വണ്ടിയല്ല, ചാരുലതയുടെ വണ്ടിയാണ്. സോറി ഗൈസ്, ഈ വണ്ടിയാണ് ഞാൻ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നത്. ഗൈസ്, നിങ്ങൾ മീനുവിനെ മറന്നിട്ടില്ലല്ലോ അല്ലേ?